ഒരു ഇഡലി കൂട്ടും, ഇല്ലെങ്കിൽ ഈ അരിപ്പയെന്ന് പറയും, അത് നമ്മൾ ഈ അരി ഒക്കെ കണ്ണാപ്പ എന്നൊക്കെ പറയാം, അരി മറ്റേ ഹോളുള്ള സാധനം. ഇത് എടുക്കുക, ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇച്ചിരി സവാളയും തക്കാളിയും ഇച്ചിരി തേങ്ങാപ്പാലും കാന്താരി മുളകും കരിവേപ്പിലും എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഹോളുള്ള പാത്രം വയ്ക്കുക. ശ്രദ്ധിച്ചേക്കണം, ഈ ഹോളുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ചെറിയ 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 പീസായിട്ട് കട്ട് ചെയ്യുക. ഈ ചിക്കനകത്ത് ജിഞ്ചർ ഗാർലിക്കും ഇച്ചിരി വെളിച്ചെണ്ണയും ഇച്ചിരി ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാലയും കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് ഞെവിടണം. നന്നായിട്ട് ഞെവിടി ഈ കുറേ 10 മിനിറ്റ് വെച്ച് കുറച്ച് വിനീഗർ വേണമെങ്കിൽ ആഡ് ചെയ്യും. എന്നിട്ട് ഇത് എടുത്ത് ഹോളുള്ള പാത്രത്തിൽ വെക്കണം. വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് പുഴുങ്ങണം. ചിക്കൻ കുഹു കുഹു എന്ന് പറയുന്നത് പുഴുങ്ങണം. പുഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ അടി കിടക്കുന്ന തേങ്ങാപ്പാലും വെള്ളവും സവാളയും എല്ലാം കൂടെ തിളക്കത്തില്ലേ? തിളയ്ക്കുമ്പോൾ ഈ ആവി വന്ന് എവിടെ അടിക്കും? ചിക്കനിലടിക്കും. അപ്പോൾ ചിക്കൻ ചൂടാവും. ചിക്കൻ ചൂടാകുമ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറും ഫാറ്റും എല്ലാം കൂടെ താഴോട്ടിറങ്ങും. ഇല്ലേ? താഴെ നിന്നൊരു സൂപ്പും കുടിക്കാം, മേളിൽ നിന്നൊരു ടച്ചിങ്സും ആവും. സിമ്പിളല്ലേ?